Dear friends, എല്ലാവർക്കും എൻ്റെ അഗ്രോഗ്രി എന്ന ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കൾ, ശീതകാല പച്ചക്കറികളൊക്കെ നട്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. നടാത്തവരുണ്ടെങ്കിൽ സമയം ഏകദേശം കഴിഞ്ഞു പോയി. എന്നാലും കുറച്ച് ഒക്കെ നട്ടു നോക്കാം. ഇനി തണുപ്പുണ്ടാവുമെങ്കിൽ നല്ല രീതിയിൽ പിടിച്ചു കിട്ടും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഒക്ടോബർ മുതൽ ശീതകാല പച്ചക്കറികൾ നടേണ്ടതായിരുന്നു. അപ്പോൾ അത് നടാത്തവർക്കായി ഒരു ചെറിയ വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നടാം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ശീതകാല പച്ചക്കറികൾ ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നടുന്നത് കാബേജും കോളിഫ്ലവറുമാണ്. കാബേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചുരുങ്ങിയ സമയത്തിനകം ആദായം ലഭിക്കുന്ന ശീതകാല പച്ചക്കറി വിളയാണ് കാബേജ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിരുന്നു ഈ വിത്ത് നടേണ്ടിയിരുന്നത്. നല്ല പശ്ചിമരാശി മണ്ണാണ് കാബേജ് കൃഷിക്ക് നല്ലത്. വിത്ത് പാകിയാണ് തൈകൾ തയ്യാറാക്കുന്നത്. നമ്മുടെ കടുക് പോലെ ഇരിക്കുന്ന വിത്തുകളാണിത്. ഇത് 1:1:1 എന്ന അനുപാതത്തിൽ മണ്ണിര കമ്പോസ്റ്റ്, ചാണകപ്പൊടി എന്നിവ ട്രേകളിലോ ചട്ടികളിലോ ഒക്കെ, നിലത്തോ ഗ്രോ ബാഗിലോ ഒക്കെ വിത്തുകൾ പാകാം. വേര് ചീയൽ തടയാനായി നമുക്ക് സ്യൂഡോമോണാസ് കൂൾനാശിനി നല്ലതുപോലെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞ് നന്നായി നനച്ചു കൊടുത്താൽ വിത്തുകൾ മുളപൊട്ടും. 2-3 ദിവസം കൊണ്ട് തന്നെ വിത്തുകൾ മുളപൊട്ടുകയും തൈകൾക്ക് ഒരു 3-4 ഇല വന്നു കഴിഞ്ഞാൽ പറിച്ചു നടുകയും ചെയ്യാം. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന, വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലങ്ങളിൽ ഉണക്കിപ്പൊടിച്ച ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് 50 സെന്റിമീറ്റർ ഉയരത്തിൽ വരമ്പുകൾ കോരി വേണമെങ്കിൽ നടാം. ഗ്രോ ബാഗിലും നടാം. 2 ദിവസത്തിലൊരിക്കൽ നനച്ചു കൊടുക്കണം. വെയിൽ കൂടുതലുണ്ടെങ്കിൽ നനയുടെ അളവ് കൂട്ടേണ്ടതാണ്. 1 മാസം കഴിഞ്ഞാൽ കടലപ്പിണ്ണാക്ക്, ഫിഷ് അമിനോ ആസിഡ്, ചാണകം കലക്കിയത് ഇവയൊക്കെ നൽകി അതിന്റെ ചുവട്ടിലുള്ള മണ്ണ് കയറ്റി കൊടുക്കുകയും വേണം. 2 മാസം കഴിഞ്ഞാൽ വിളവെടുക്കാം. കാബേജിനെ പ്രധാനമായും ബാധിക്കുന്നത് ഇല തിന്നുന്ന പുഴുക്കളാണ്. ഇവയെ പ്രധാനമായും ആക്രമിക്കുന്നത്. ഇതിന് വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെയുള്ളത് കോളിഫ്ലവർ ആണ്. അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിത്തുകൾ പാകി മുളപ്പിച്ച തൈകളാണ് നടുവാൻ ഉപയോഗിക്കുന്നത്. തണുപ്പ് കൂടുതലായിട്ടുള്ള സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ മാസങ്ങളാണ് കോളിഫ്ലവർ കൃഷിക്ക് അനുയോജ്യം. ഇനിയും നമുക്ക് നടാവുന്നതേ ഉള്ളൂ. സീഡിംഗ് ട്രേയിൽ പോട്ടിംഗ് മിശ്രിതം നിറച്ച് അതിൽ വേണം വിത്ത് നടാൻ. തണലിൽ വെച്ച് മുളപ്പിച്ച തൈകൾ 10-20 ദിവസങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ ഗ്രോ ബാഗിലോ മണ്ണിലേക്കോ മാറ്റി നടാം. ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ നട്ട ചെടികളെ 3-4 ദിവസം തണലിൽ വെച്ചതിന് ശേഷം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റിവെക്കാം. ചെടികൾ നട്ട് ഒരാഴ്ച കഴിഞ്ഞ് ആദ്യത്തെ വളം ചെയ്യാം. പിന്നീട് 2 ആഴ്ചയിലൊരിക്കൽ വളം ഇട്ട് കൊടുക്കണം. ഒന്നിടവിട്ട ആഴ്ചകളിൽ വേപ്പിൻ പിണ്ണാക്ക്, പുളിപ്പിച്ച വെള്ളമോ ഒക്കെ ഒഴിച്ച് കൊടുക്കാം. വേപ്പെണ്ണ, കാന്താരി മിശ്രിതം കീടനാശിനികളായി ഉപയോഗിക്കാം. കോളിഫ്ലവറിൽ 1.5 മാസം കൊണ്ട് അതിന്റെ ഹെഡ് രൂപപ്പെട്ട് വരുന്നത് കാണാം. കോളിഫ്ലവറിന്റെ പൂവാണ് നമുക്ക് എടുക്കുന്നത് ഈ കോളിഫ്ലവർ എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു 15-20 ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാം. വിളവെടുക്കാൻ താമസിച്ചു പോയാൽ അതിന്റെ പൂവ് വിരിഞ്ഞ് അത് നശിച്ചു പോകുന്നതാണ്. പിന്നെ ഉള്ളത് ബീറ്റ്റൂട്ട് ആണ്. നമ്മുടെ ശീതകാല പച്ചക്കറിയായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യുന്നത്. ബീറ്റ്റൂട്ട് നമുക്ക് നേരിട്ട് നടേണ്ട ഒരു വിത്താണ്. അത് പാവി കിളിർപ്പിച്ച് നടേണ്ടതല്ല. കടുത്ത വേനൽ തുടങ്ങും മുമ്പ് വിളവെടുപ്പ് പൂർത്തിയാകത്തക്ക വീതം വേണം ബീറ്റ്റൂട്ട് കൃഷി തുടങ്ങാൻ. തണുത്ത കാലാവസ്ഥയാണ് ബീറ്റ്റൂട്ടിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഈ കാലാവസ്ഥയിൽ നല്ല നിറവും ഗുണമേന്മയിലുള്ള കിഴങ്ങുകൾ ലഭിക്കും. പശ്ചിമരാശി മണ്ണിലോ മണൽ കലർന്ന പശ്ചിമരാശി മണ്ണിലോ നന്നായി ബീറ്റ്റൂട്ട് വളരും. കട്ടിയുള്ള കളിമണ്ണ് കൂടുതലുള്ള മണ്ണ് ബീറ്റ്റൂട്ട് കൃഷിക്ക് യോജിച്ചതല്ല. നല്ല നിർവാഴ്ചയുള്ള ഇളക്കമുള്ള മണ്ണാണ് യോജിച്ചത്. നന്നായി സൂര്യപ്രകാശവും ലഭിക്കണം. കൃഷി ചെയ്യുന്ന സ്ഥലം നന്നായി ഉഴുത് നിരപ്പാക്കണം. കട്ടകൾ നീക്കം ചെയ്യണം. ടെറസിൽ കൃഷി ചെയ്യുന്നവർക്ക് ഗ്രോ ബാഗുകളിലും ചാക്കുകളിലും ചട്ടികളിലും ഒക്കെ ബീറ്റ്റൂട്ട് നടാം. മണ്ണ്, മണല്, ചാണകപ്പൊടിയും കുമ്മായവും ചേർത്ത് മിശ്രിതം തയ്യാറാക്കി ഇതിനായി ഉപയോഗിക്കാം. വിത്തുകൾ പാകും മുമ്പ് കുതിർക്കുന്നത് വേഗത്തിൽ മുളയ്ക്കാൻ സഹായിക്കും. ബീറ്റ്റൂട്ട് തൈകൾ പറിച്ചു നടാൻ പാടില്ല. പറിച്ചു നടുമ്പോൾ അവയുടെ തായ് വേരുകൾക്ക് ക്ഷതം സംഭവിക്കുന്നതിനാലാണ് ബീറ്റ്റൂട്ട് നേരിട്ട് തടത്തിൽ പാകണമെന്ന് പറയുന്നത്. വളർന്നു വരുമ്പോൾ കരുത്തില്ലാത്തവ പിഴുതു മാറ്റുന്നതും നല്ലതാണ്. മണ്ണ് നനച്ച ശേഷം വിത്തുകൾ നടാം. വിത്തുകൾ മുളയ്ക്കുന്നതിന് മണ്ണിൽ നനവുണ്ടായിരിക്കണം.
പാകി ഒരാഴ്ച കൊണ്ട് വിത്തുകൾ മുളയ്ക്കുന്നതാണ്. ആവശ്യാനുസരണം കള നീക്കം ചെയ്യാനും നനയ്ക്കാനും ശ്രദ്ധിക്കണം. ഉണങ്ങിയ ചാണകപ്പൊടി ചുവട്ടിലിട്ട് കൊടുക്കാം. ആഴ്ചയിൽ 2 തവണ കടലപ്പിണ്ണാക്കും ചാണകവും പുളിപ്പിച്ച് നൽകാം. 1.5 മാസം പ്രായമാകുമ്പോൾ തൈകൾക്ക് മണ്ണ് കയറ്റി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ വേരുകളുടെ വളർച്ചയൊക്കെ നല്ലതുപോലെ വരുന്നതാണ്. 60-70 ദിവസങ്ങൾ കൊണ്ട് ബീറ്റ്റൂട്ട് വിളവെടുപ്പിന് പാകമാകും. വിളവെടുപ്പിന് മുൻപായി നന കുറയ്ക്കുന്നത് വിളവ് കൂടുന്നതിനും സഹായകരമാണ്. ബീറ്റ്റൂട്ടിന്റെ ഇലകളും ഭക്ഷണയോഗ്യമാണ്. മറ്റ് ഇലക്കറികൾ പോലെ തന്നെ നമുക്ക് ബീറ്റ്റൂട്ടിന്റെ ഇലകളും ഉപയോഗിക്കാം. ബീറ്റ്റൂട്ടിൽ പ്രധാനമായും കാണുന്ന കീടങ്ങൾ ഈ കൂടുകെട്ടി പുഴു, ഇലതീനി പുഴു എന്നിവയ്ക്കെതിരെ നമുക്ക് കാന്താരി മുളക് ലായനി, വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം, ഗോമൂത്രം എന്നിവയൊക്കെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെയുള്ളത് ക്യാരറ്റ് കൃഷിയാണ്. വിത്തുകൾ നേരിട്ട് കൃഷിയിടത്തിൽ പാകിയാണ് ക്യാരറ്റ് കൃഷി ചെയ്യേണ്ടത്. പാകി കിളിർപ്പിച്ച് മാറ്റി നട്ടാൽ നാരായ വേരിനുണ്ടാകുന്ന ക്ഷതം കിഴങ്ങ് രൂപപ്പെടുന്നതിനെ ബാധിക്കും. ആ വേരാണ് കിഴങ്ങായി മാറുന്നത്. നന്നായി കിളച്ചിളക്കി കല്ലും കട്ടയും നീക്കിയ മണ്ണിൽ ഉയർത്തിക്കോരിയ തവാരണകളിലെ നമുക്ക് ഇത് പാകാം. 20-25 ദിവസമാകുമ്പോൾ ജൈവ സ്ലറി 10-1 നേർപ്പിച്ച് നൽകാവുന്നതാണ്. ചാണകം, ജൈവവളങ്ങൾ എന്നിവ നൽകാം. ഒപ്പം ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ചുവട്ടിൽ മണ്ണ് അടുപ്പിച്ചു കൊടുക്കണം. ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ ആദ്യം പകുതി മാത്രം നിറച്ച ബാഗിൽ വിത്ത് വിതയ്ക്കുകയും ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് മണ്ണ് കൂടുതൽ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുക. പിന്നെ നമുക്ക് ഈസി ആയിട്ട് കൃഷി ചെയ്യാവുന്ന ഒന്നാണ് റാഡിഷ്. കേരളത്തിൽ എല്ലാ സ്ഥലത്തും റാഡിഷ് വിളയും. ഇതിന്റെ ഇലയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. റാഡിഷ് എല്ലായ്പ്പോഴും നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു വിത്ത് കൂടിയാണ്. പാകി കിളിർപ്പിച്ച് പറിച്ച് നട്ടാൽ നേരത്തെ ഈ പറഞ്ഞതുപോലെ അതിന്റെ നാരായ വേരിനുണ്ടാകുന്ന ക്ഷതം കിഴങ്ങ് രൂപപ്പെടുന്നതിന് ബാധിക്കും. അതുകൊണ്ട് നേരിട്ടാണ് ഈ റാഡിഷും നൽകുന്നത്. ചെടികൾ തമ്മിൽ 10-15 സെന്റിമീറ്റർ അകലം ഉണ്ടാകണം. ചെടികൾ കിളിർത്ത് വന്നാൽ ചെറുതായി പൊടിച്ച ചാണകം നൽകാവുന്നതാണ്. ചെടികൾ കിളിർത്ത് 20-25 ദിവസമാകുമ്പോൾ ജൈവ സ്ലറി 10-1 നേർപ്പിച്ച് നൽകാവുന്നതാണ്. ഫിഷ് അമിനോ ആസിഡും കൊടുക്കാം. ഒപ്പം ചെടിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് ചുവട്ടിൽ മണ്ണ് അടുപ്പിച്ചു കൊടുക്കണം. ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ ആദ്യം പകുതി മാത്രം നിറച്ച ബാഗിൽ വിത്ത് വിതയ്ക്കുക. ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് കൂടുതൽ മണ്ണും ചേർക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശീതകാല പച്ചക്കറി വിളകൾ. നമുക്ക് ഇതിനോടൊപ്പം ഉള്ളി നടാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ശീതകാല പച്ചക്കറികളായിട്ട് നടാവുന്നതാണ്. എന്തായാലും കൂട്ടുകാർ, ഇതുവരെ നമ്മൾ ശീതകാല പച്ചക്കറികൾ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. 1-2 ഗ്രോ ബാഗിലെങ്കിലും ഓരോ ഐറ്റവും നട്ട് നോക്കുക. അതിന്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഒരു ശീതകാല പച്ചക്കറി തോട്ടം തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി. കൂട്ടുകാർ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. എന്നെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോകളൊക്കെ ഇട്ടാൽ അപ്പോൾ തന്നെ കൂട്ടുകാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.